ഹായ് ഗൈസ്, രാവിലെ മീനൊക്കെ മേടിക്കാൻ പോകുന്നു. ബൂബുവിന് മീനൊക്കെ വെച്ചൊന്ന് കളിപ്പിച്ച്. മീനും അപ്പോൾ കൊത്തിയപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിച്ച്, കൊത്തറോട്ട പോലെ. ഗൈസ്, ഇന്ന് പഴുത്ത മാങ്ങാക്കറി ഉണ്ടാക്കാൻ വേണ്ടി സൂര്യ നല്ല മാങ്ങ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അങ്ങോട്ട് പൊളിക്കേ. സുനിയുടെ എക്സ്പ്രഷൻ കണ്ട് കൊതി മൂത്തുന്നുണ്ട്. ചപ്പ് നിങ്ങളുടെ അമ്മയെ കണ്ടു. മാങ്ങയൊക്കെ പൊളിച്ച് വൃത്തിയാക്കി അതിലേക്ക് കുറച്ച് കരിയാപ്പല, പച്ചമുളക്, വെള്ളം, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് വേവിക്കാൻ വെക്കണം. അതിനിടയ്ക്ക് അമ്മ മീൻ വെട്ടാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മാങ്ങ തിളച്ച് അതൊന്ന് ഇളക്കി ഉപ്പും ചേർത്ത് പിന്നെ അരപ്പ് തേങ്ങയും ജീരകവും ചുവന്നുള്ളിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് അരച്ച് അതിലേക്ക് ചേർക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. തിളയ്ക്കാനും പാടില്ല. പിന്നെ ആ കടുക് വറുത്ത് ചേർക്കണം, കരിയാപ്പലയും ചുവന്നുള്ളിയും എല്ലാം കൂടെ ചേർത്ത്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മീനുള്ള സാധനം കൂടെ ചേർക്കണം, മീൻ അരയ്ക്കണം. അതായത് അതൊക്കെ പ്രത്യേകം പറയേണ്ട കാര്യമല്ലോ, നല്ല പുളിയുള്ള മാങ്ങയാണ് ചേർക്കുന്നത്. അത് അരിഞ്ഞ് മീനകത്തൊട്ടിട്ട് അരപ്പും ചേർത്ത് നല്ലപോലെ ഉപ്പൊക്കെ ഇട്ട് ഞെരടി. ഈ പ്രാവശ്യം അത് അടുപ്പേല വെക്കുന്നത്, മീൻ പറ്റിക്കുന്നത്. അതിനിടയ്ക്ക് കോവയ്ക്കാൻ വേണ്ടി ഒരു സെറ്റാക്കണം. അതെല്ലാം കൂടെ അരിഞ്ഞ് വെച്ചിട്ട് അത് ഗ്യാസേലും വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മീൻ പറ്റിച്ചത് റെഡിയായി. പിന്നെ മെഴുക്കുവരട്ടി സെറ്റായി. ഇനി അത് വിളമ്പി ഒരു പാത്രത്തിലാക്കി കുറച്ച് മെഴുക്കുവരട്ടിയും കുറച്ച് മാങ്ങാക്കറിയും മീൻ പറ്റിയും ചേർത്ത് ഞെരടി അങ്ങോട്ട് തിന്നണമെങ്കിൽ എൻ്റെ അള്ളിയ ഒളിയ.